ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ കോഴിക്കോട് വില്ലയിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഓരോ ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ നാളെ നമ്മൾ രാത്രി മലപ്പുറം കൂട്ടിലങ്ങാടി വീട്ടിൽ തന്നെ തിരിച്ചു പോവും. മറ്റന്നാളെ സ്കൂള് തുറക്കുകയാണല്ലോ. അപ്പം എന്തായാലും ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നാളെ ഇനി പോണ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ കാണാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് കഴുകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാടൻ ചോറും അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമൊക്കെ ആയിട്ട് ചിക്കനും പുറത്തുനിന്നുള്ള ഭക്ഷണവും ഒക്കെ ആയിട്ട് എന്തായാലും ഒന്ന് ബീഫും സാധാരണ ചോറും അവിയലൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോഴും ഐസ് പോയിട്ടില്ല. അപ്പോൾ തലേ ദിവസമൊക്കെ ആയിട്ട് എല്ലാവരും മലപ്പുറത്തേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ ഇന്ന് മുന്നത്താത്തയും അമിതലിക്കാക്കയും മക്കളൊക്കെ കോഴിക്കോട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം എന്നാൽ ലഞ്ചിന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇതിനിടയിൽ താത്തയ്ക്ക് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷെൻസിന് അവരുടെ ചെറിയ മോൻ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പം അതിനിരുത്താൻ വേണ്ടിയിട്ട് വേഗത്തിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഗ്യാപ്പ് കിട്ടിയപ്പോൾ പോകുന്നതായിരുന്നു. ഇപ്പോൾ ബീഫ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കർ എടുക്കുകയാണ് കേട്ടോ. ഇത് ഇൻഡസ് വാലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറാണ് കേട്ടോ, 5 ലിറ്ററിൻ്റെ. ഞാൻ മുന്നേയും ഇൻഡസ് വാലിൻ്റെ പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കുക്കറൊക്കെ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലുതിപ്പോൾ ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ്. 3 ലിറ്റർ കുക്കറും അതുപോലെ തന്നെ കടായി പത്തിരി ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. കാസ്റ്റ് അയൺ പത്തിരി ചട്ടിയൊക്കെ ഉണ്ട്. അപ്പം ഇതൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറാണ്. അപ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് 3 ലെയർ ബോഡി വരുന്നുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ കുക്കിങ്ങിൻ്റെ സമയത്ത് ഫുഡ് കരിഞ്ഞു പോവുക അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യൂല. അപ്പോൾ അവരുടെ വേറെയും ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ ഒരു ബ്രൗഷറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂട് വരും കേട്ടോ. അതുപോലെ തന്നെ കുക്കിംഗ് ഭയങ്കര ഫാസ്റ്റായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മളിന്ന് ഇതിലാണ് ബീഫ് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ. ആർക്കെങ്കിലും ഇൻഡസ് വാലിൻ്റെ ഈ ഒരു കുക്കർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൂപ്പൺ കോഡ് TASTE12 എന്ന് പറയുന്ന താഴെ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ 12% ഓഫ് ലഭിക്കും കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ പർച്ചേസിങ് ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബീഫ് നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലാ മസാലകളും ഒരുമിച്ച് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ തൂമിച്ചെടുക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഈ മസാല ബോക്സ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കേടുവരില്ല തോന്നുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് വലിയ ജീരകമൊന്നും പൊടിച്ചതില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതുണ്ടൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബീഫ് അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറും കൂടെ വെക്കട്ടെ. ചോറിനുള്ള അരി പെട്ടെന്ന് വേവണതാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ താത്ത കുറേയൊക്കെ വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ച് പോയി കേട്ടോ. താത്താക്ക് ഷെൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിന് ഇരുത്താനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ താത്താനെ വിട്ടു കേട്ടോ. ഇത്രയും വെജിറ്റബിൾസ് ഒന്നും ശരിക്കും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കുറച്ച് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചു കേട്ടോ.
സ്പൈഡർമാനോട് ഇതല്ല മറ്റേ ബൈ. അപ്പം ഇനി അവിയൽ ഉണ്ടാക്കട്ടെ. അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ അധികം പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അധികം വന്ന വെജിറ്റബിൾസ് ഇതുപോലെ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അവിയലിനുള്ള വെജിറ്റബിൾസ് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് രസം കൂടെ ഉണ്ടാക്കാനുണ്ട്. ബൈ ബൈ ബൈ. അസ്കർക്കാക്ക് അവിടെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അസ്കർക്ക കല്യാണത്തിനും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ അത് അത്താത്ത ഷെൻസുകുട്ടൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നതാണ്. അപ്പോൾ അവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. ഫുൾ ബോഡി ചെക്കപ്പ് ആകുമ്പം കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒന്ന് പോകാനുണ്ട്. അതാ അവിയലും രസമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം താത്തയൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ അവർ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്നിട്ട് കഴിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിടാനും കൂടെ ഉണ്ട്. പിന്നെ പപ്പടം പൊരിക്കാനാണുള്ളത്. ഇതും ഇൻഡസ് വാലിൻ്റെ തന്നെ കാസ്റ്റ് അയൺ കടായി ആണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ ബീഫ് വറവിടുന്നത്. തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ടിട്ടാണ് ബീഫ് വരട്ടിയെടുക്കുന്നത്. വറവിടുന്ന സമയത്ത് കുറച്ചും കൂടെ മസാല പൗഡറുകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കട്ടെ. അപ്പോൾ ബീഫ് വേവിച്ചപ്പോൾ കുറച്ചധികം സ്റ്റോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുക്കിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി പപ്പടം പൊരിക്കാനും കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഇതാ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അവർ വരുന്ന സമയത്ത് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി.
ശരിക്കും ബീഫിൻ്റെ കൂടെ മോര് കാച്ചിയതും പപ്പടും അങ്ങനെയാണ് കോമ്പിനേഷൻ. പക്ഷേ തലേ ദിവസം നമ്മൾ മോര് കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അതും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗത്തിലൊന്ന് കുളിക്കട്ടെ. അപ്പം തതൊക്കെ എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. കുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കണം. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ അകത്ത് ക്ലീൻ ചെയ്യാൻ വേറെ 2 ആൾക്കാരുണ്ട് കേട്ടോ. 2 ക്ലീനിങ്ങാരിറങ്ങിയാണ്. ഈ വേഗം നിർത്തിക്കോണേ. കുറേ നേരമായി ഷെൻസും ഷെയ്സും കൂടെ ഈ ഒരു വാക്വം ക്ലീനറും മോപ്പൊക്കെ കൊണ്ട് ഇറങ്ങിയിട്ട്. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് താത്താനൊക്കെ വിളിച്ചു നോക്കിയപ്പോൾ അവരുടെ ഇപ്പോഴൊന്നും കഴിയൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഞങ്ങൾ കഴിക്കാൻ വന്നപ്പോഴേക്കും അസ്കർക്ക കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ബോയ്സ് ഫുഡ് കഴിക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം താത്തയും അവരൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിന്ന് അവർക്കുള്ള ഫുഡൊക്കെ ഒന്ന് ടേബിളിൽ കൊണ്ടുവെക്കട്ടെ. എന്നാൽ അവർക്ക് വരുമ്പോൾ വേഗത്തിൽ കഴിക്കാമല്ലോ. നല്ല ടൈമായിട്ടുണ്ട് കേട്ടോ. 4 മണിയൊക്കെ ആയിട്ടുണ്ട്. കല്യാണത്തിന് പോയ ആളൊക്കെ അതാ വീണ്ടും വിശന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കഴിച്ചപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അസ്കർക്ക്. ഞാൻ താത്താൻ്റെ കൂടെ കൂട്ടിനിരുന്നതാട്ടോ. ഞാൻ കഴിക്കണമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഹോം ടൂർ വീഡിയോ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് നമുക്ക് ഹോം ടൂർ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് ഷേസൻ്റെ ഷീബ മാമാണ് കേട്ടോ. ഷേസൻ്റെ സോഷ്യലിൻ്റെ മാമാണ്. മാമിൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മളുടെ വില്ലയുടെ അടുത്ത് തന്നെയാണ് മാമിൻ്റെ വില്ലയും വരുന്നത്. അപ്പോൾ ആ വീടൊക്കെ ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഷേസ മാമിനെ തലേദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാമും മാമിൻ്റെ മോളും കൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല സന്തോഷമായിട്ടോ നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.